അങ്ങനെ മാറേണ്ട ഒരു സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായമില്ല. അങ്ങനെ കേരളത്തിനാരും ആവശ്യപ്പെട്ടിട്ടുമില്ല. മാത്രമല്ല, ലോക്കൽ ബോഡീൻ്റെ ഇലക്ഷൻ്റെ തയ്യാറെടുപ്പ് നടക്കുകയാണ്. നിയമസഭാ ഇലക്ഷൻ്റെ തയ്യാറെടുപ്പ് നടക്കുന്നു. ഇങ്ങനെ സന്ദർഭത്തിൽ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് എന്നെപ്പോലുള്ള ഒരു അഭിപ്രായം. പക്ഷേ എല്ലാ കാര്യങ്ങളും ഫൈനൽ അതോറിറ്റി ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിന് ഉചിതമായിട്ട് തീരുമാനമെടുക്കും. ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുരളീധരന്റെ പേര് കാലത്ത് പറഞ്ഞു കേട്ടിരുന്നു, അങ്ങനത്തെ സാധ്യതയുണ്ടോ? അതെന്തായാലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം 101% ഉറപ്പാണ്. ബാക്കി എന്ത് സംഭവിച്ചാലും അങ്ങനെ ഒരു സംഭവവികാസം കേരളത്തിൽ ഉണ്ടാവില്ല. കോൺഗ്രസിലെ ഇവിടുത്തെ കേരളത്തിലെ നേതാക്കൾ താങ്കളെ അകറ്റി നിർത്തുന്നതാണോ? അല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രസിഡന്റ് ആവുമെന്ന് ചോദിച്ചപ്പോൾ അതൊരിക്കലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ആർക്കും ഉറപ്പില്ലെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, അതിന് അർഹത ഇല്ലാത്തതുകൊണ്ടാണോ അതോ? അല്ല, അങ്ങനെയല്ല. അർഹത ഇല്ലാത്തതുകൊണ്ട്. അർഹതയുള്ള എല്ലാവർക്കും സ്ഥാനങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അതിൽ ഒരു പരാതി ഇല്ലാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. അല്ല, എല്ലാവരും യോഗ്യരാണ്. യോഗ്യതയുള്ള ആളായതുകൊണ്ടാണല്ലോ MP-മാരായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അല്ലാതെ യോഗ്യതയില്ലാത്തവരെ ജനം തിരഞ്ഞെടുക്കൊന്നുമില്ല. പക്ഷേ മൊത്തത്തിൽ പറയുന്നത് കാര്യം, ആര് പ്രസിഡന്റ് ആക്കണം എന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിച്ചോട്ടെ. പക്ഷേ കേരളത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഫോട്ടോ കണ്ടാൽ ആളെ തിരിച്ചറിയുന്ന വ്യക്തി വേണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലല്ല, എല്ലാ തീരുമാനങ്ങളും ഹൈക്കമാൻഡ് എടുക്കട്ടെ. ആരെ വെച്ചാൽ ഞാൻ ഒരു വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞ മൊത്തത്തിലുള്ളൊരു ചിത്രം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എന്റെ അഭിപ്രായം മാറേണ്ടതില്ല എന്നാണ്. നിങ്ങൾ ഈ വ്യക്തികളെ ചൂണ്ടിക്കാണിച്ച് പറയണ്ട. പിന്നെ നാളെ ടൈറ്റിൽ കൊടുക്കാൻ മുരളീധരൻ ആന്റോ ആന്റണിക്കെതിരെ എന്ന് പറയാനാണെങ്കിൽ അത് എന്റെ ചെലവിൽ വേണ്ട. വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ട് മൂലമാണ്, മറ്റെന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല. അവിടെ ഉണ്ടായ സംഭവത്തിൽ മനുഷ്യജീവൻ വരെ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായി. സത്യം പറഞ്ഞാൽ ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ആരോഗ്യമന്ത്രിക്കുണ്ട്.